നമസ്കാരം. ഞാൻ കെ.വി. രാമകൃഷ്ണൻ, എരുമയൂർ. അപ്പോൾ ഈ പൊറാട്ടുകളിൻ്റെ തുടക്കക്കാർ പാണ സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ഈ വർഷകാലങ്ങളാവുമ്പോൾ ഇപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ട്, ഭഗവതിനെ എഴുന്നള്ളിക്കുന്നത് പട്ടക്കുടയാണ്. അതായത് എന്താ പറയുക, കുടപ്പന ഓല കൊണ്ട് നെയ്തെടുക്കുന്ന പട്ടക്കുട. അത് വർഷകാലങ്ങളായ പണ്ട് കാലത്തും ഈ കാർഷിക മേഖലയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന പട്ടക്കുട വച്ചിട്ടാണ് പാടത്തെ പണികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യത്തിലേക്ക് പാണ സമുദായത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും അവർ ഈ രാരൻ ഇപ്പോഴും ഞങ്ങളതിനെ വെച്ച് ആചരിക്കുന്നുണ്ട്. 400 വർഷത്തിൽ പരം പഴക്കം പറയുന്നുണ്ട് പൊറാട്ടുകളിക്ക്. അപ്പോൾ ഈ രാരൻ കണ്ണി എന്ന് അവർ മനുഷ്യജന്മത്തിൽ ജനിച്ചതാണെങ്കിലും ദൈവികമായ ഒരു കുലമായിട്ടാണ് നമ്മളതിനെ വിശ്വസിക്കുന്നതും നമ്മൾ മനസ്സിൽ സാങ്കല്പികമായി കാണുന്നതും. പല്ലഞ്ചാത്തിനോടാണ് ഈ രാരൻ കണ്ണി എന്ന ആ ഗുരുക്കന്മാരിൻ്റെ അടിസ്ഥാനപ്പെട്ട സ്ഥലം. അപ്പോൾ നമ്മുടെ ഈ പാലക്കാടാണ്, കാട് പ്രദേശമാണ്. അപ്പോൾ പാലക്കാടിൻ്റെ കൊട്ടേക്കാട്, കല്ലേപ്പുള്ളി ആ ഭാഗങ്ങളിൽ മുള വെട്ടാൻ വേണ്ടി ഭാര്യയും ഭർത്താവും പോയി മുളകളൊക്കെ വെട്ടി ഒരു ഭാഗത്ത് കൂട്ടിയിടുമ്പോഴേക്കും സമയം അർദ്ധരാത്രിയായി. അവിടെ വന്യമൃഗങ്ങളുടെ ആ മൃഗങ്ങളൊക്കെ ചുറ്റും കൂടി. അപ്പോൾ ഇവരുടെ ആക്രമണത്തിൽ ഏർപ്പെടും എന്നുള്ളൊരു പേടിയും ഭയപ്പാടൊക്കെ വന്നു. അപ്പോൾ അവർക്ക് അന്നും ദൈവികമായിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ടേ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ വന്നു. കാരണം ഇവർ ഭാര്യയും ഭർത്താവല്ലാതെ വേറെ ആരുമില്ല. ആ സമയത്ത് ഭഗവതിനെ വിളിച്ചു പാടി എന്നാണ് പറയുന്നത്. അതായത് ഭഗവതിനെ വിളിച്ചു പാടുക പറഞ്ഞാൽ, കാട്ടിൽ നിന്ന് വള്ളി മുറിച്ചു കൊണ്ടുവന്ന് ഈ മരത്തിൽ നിന്ന് അടുത്ത ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ ഉള്ള മരത്തിലേക്ക് വലിച്ചു കെട്ടി മൃഗങ്ങളെ ഈ അപ്പുറത്ത് ചുറ്റും നിന്ന് ആക്രോശിക്കുക. ഇവരിവിടെ രണ്ടുപേരും നിൽക്കുക. അപ്പോൾ ഈ വള്ളി കെട്ടി ഭഗവതിനെ വർണ്ണിച്ച് പാടിയെന്നാണ് പറഞ്ഞത്. അപ്പം വർണ്ണിച്ച് പാടിയപ്പോൾ ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവതി മുൻപിലും ഈ ഭാര്യയും ഭർത്താവും ഈ വള്ളി കെട്ടിയതിൻ്റെ അകത്തും നിന്ന് പാടി. അത് പാണ സമുദായത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവായതുകൊണ്ട് പാൺകളി എന്ന് പറയാറുണ്ട്. പാണൻ പാട്ടി കളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പാട്ടിക്കളി എന്നും പറയാറുണ്ട്. അത് നേരം വെളിച്ചമൊക്കെ വരുമ്പോഴല്ലേ ഇവർക്ക് പുറത്തു പോകാൻ കഴിയുക. നേരം വെളുക്കുന്നവരെ പാടിയപ്പോൾ 7 താളം പാടുമ്പോഴാണ് നേരം വെളുത്തത്. അപ്പം അതുകൊണ്ട് അതിനെ 7 വട്ടം കളി എന്നും പറയാറുണ്ട്. നേരം പുലർന്നു ഇവരുടെ ജീവന് കേടുപാടൊന്നും പറ്റാതെ സുരക്ഷിതമായി പരാശക്തി അവിടെ കാത്തു എന്നുള്ളതിൻ്റെ പേരിൽ നേരം വെളുത്തപ്പോൾ ഭഗവതിയും അപ്രത്യക്ഷമായി. അപ്പോൾ ഇവർ ഈ കെട്ടിയ വള്ളി മുറിച്ചിങ്ങോട്ട് കടന്നു. അതുകൊണ്ട് അതിനെ വള്ളിയറുത്ത കളി എന്നും പറയുന്നുണ്ട്.